നമുക്കിന്ന് 10ാം ക്ലാസ്സിലെ പ്രോഗ്രഷനിലെ 1-2 കണക്കുകൾ അത് ചെയ്യേണ്ട രീതി ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. ഞാൻ ആദ്യമായിട്ട് ഒരു സംഖ്യ എഴുതുകയാണ്. 1 2 3 4 5 6 7 8 9 10. ഇനി അടുത്ത സംഖ്യ എഴുതാൻ നോക്കിയേ. 2 4 6 8 10 12 14 16 18 20. അടുത്ത നോക്കിയേ. 3 6 9 12 15 18 21 24 27 30. ഇനി അടുത്ത നോക്കിയേ. 4 8 12 16 20 24 28 32 36 40. ഇനി ഒന്നും കൂടി എഴുതാം. ഒരു സംഖ്യയും കൂടി എഴുതാം. ഒരു സംഖ്യാശ്രേണിയാണ് എഴുതുന്നത് കേട്ടോ. 5 10 15 20 25 30 35 40 45 50. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും നോക്കിയേ. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. 1 2 3 4 5 6 7 8 9 10. ഇത് എണ്ണസംഖ്യകളാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് അല്ലേ. ഇത് ഇരട്ട സംഖ്യകൾ. ഇതാണ് എഴുതിയിരിക്കുന്നത്. 1 2 3 4 5 6 7 8 9 10. ഈ 1 പറയുന്ന ആദ്യത്തെ സംഖ്യയോടുകൂടി 1 കൂട്ടിയതാണ് രണ്ടാമത്തെ സംഖ്യയായ 2. ഈ 2ൻ്റെ കൂടെ വീണ്ടും 1 കൂട്ടിയതാണ് മൂന്നാമത്തെ സംഖ്യയായ 3. 3ൻ്റെ കൂടെ വീണ്ടും 1 കൂട്ടിയതാണ് നാലാമത്തെ സംഖ്യ. മനസ്സിലായി? അപ്പം ഈ രീതിയിൽ ഇങ്ങനെ തുടർന്നു പോയാൽ ഈ 9ൻ്റെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 10 കിട്ടും. 10 എന്ന് പറയുന്നത് എത്രാമത്തെ സംഖ്യയാണെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10ാമത്തെ സംഖ്യയാണ് 10 അല്ലേ. 10ാമത്തെ സംഖ്യയാണ് 10. ഇനി നോക്കിയേ, അടുത്ത് നോക്കിയേ. ഇവിടെ 2ആണ്. ഈ 2ൻ്റെ കൂടെ ഏത് സംഖ്യ കൂട്ടിയപ്പോൾ നമുക്ക് 4 കിട്ടി, 2 കിട്ടി അല്ലേ. അപ്പോൾ ഇനി തുടർന്ന് നോക്കിയേ. ഇവിടെ 2 കൂട്ടുമ്പോൾ 6 കിട്ടും. വീണ്ടും 2 കൂട്ടുമ്പോൾ ഇവിടെ 8 കിട്ടും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ഇത് എത്രാമത്തെ സംഖ്യയാണ് നമുക്കിവിടെ 20 കിട്ടിയിരിക്കുന്നത്? അതും 10ാമത്തെ സംഖ്യയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 20 എന്ന് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നോക്കിയേ. 3 6 9 12 15 18 21 24 27 30. അതും ആദ്യ സംഖ്യ 3. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടി? 3 കൂടെ കൂട്ടി. അങ്ങനെ കൂട്ടി അവസാനം വരുമ്പോൾ നമുക്ക് 30 കിട്ടി. അത് എത്രാമത്തെ സംഖ്യയാണ് ഈ 30 എന്ന് പറയുന്നത്? അതും 10ാമത്തെ സംഖ്യയാണ് 30 അല്ലേ. ഇനി അടുത്ത നോക്കിയേ. 4. 4ൻ്റെ കൂടെ എത്ര കൂട്ടി? 8 കിട്ടാൻ 4 കൂടി കൂട്ടി. വീണ്ടും 4 കൂടി കൂട്ടി. അപ്പോൾ അടുത്ത സംഖ്യ കിട്ടി. അങ്ങനെ കിട്ടി അവസാനം 10. 10ാമത്തെ സംഖ്യയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 10 എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടിയത്? 40 എന്ന് കിട്ടി അല്ലേ. ഇനി അടുത്ത നോക്കിയേ. 5 10 15 20. അതും ഇതുപോലെ തന്നെയല്ലേ. 5 വീതം കൂട്ടി 10 കിട്ടി. വീണ്ടും 5 കൂട്ടി 15 കിട്ടി. വീണ്ടും 5 കൂട്ടി 20 കിട്ടി. അങ്ങനെ ലാസ്റ്റിൽ 10ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് കിട്ടിയത്? 10ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 50 കിട്ടി. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇതിൽ ഈ സംഖ്യകൾ ഒരു സംഖ്യ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സംഖ്യ എഴുതിയിട്ട് അതിൻ്റെ കൂടെ വേറൊരു സംഖ്യ കൂട്ടുക. ഇഷ്ടമുള്ളൊരു സംഖ്യ. ഇപ്പം ഒന്നാമത്തെ സംഖ്യ ആദ്യം നമ്മൾ എഴുതുന്ന സംഖ്യയ്ക്ക് എ എന്ന് കൊടുത്താൽ ഞാനിവിടെ 5 എടുക്കുകയാണ്. ഇഷ്ടമുള്ള സംഖ്യ അത് നമ്മൾ ഡി എന്ന് കൊടുക്കുകയാണ്. അത് ഞാൻ 2 എന്ന് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ
ഇതുപോലെയുള്ള 10 വരികളായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ 10 സംഖ്യകൾ വരത്തക്കവണ്ണം എഴുതിയാൽ എങ്ങനെ എഴുതും നമ്മൾ നോക്കിയേ. ആദ്യം ഞാൻ 5 എഴുതി അല്ലേ, അതിൻ്റെ കൂടെ പിന്നെ 5 അതുപോലെ എഴുതിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 2 കൂടി കൂട്ടുന്നത്. അപ്പോൾ അടുത്ത സംഖ്യ ഏതായിരിക്കും, 7 ആയിരിക്കും അല്ലേ. അപ്പോൾ വീണ്ടും എന്ത് കൂട്ടണം, ഈ 7ൻ്റെ കൂടെ വീണ്ടും നമ്മൾ എന്ത് കൂട്ടണം, 2 കൂട്ടണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 9 കിട്ടും അല്ലേ. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 2 കൂട്ടണം അല്ലേ. കൂട്ടുമ്പോൾ എന്ത് കിട്ടും, 11 കിട്ടും അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 2 കൂട്ടും. അപ്പോൾ എന്ത് കിട്ടും, 13 കിട്ടും. അങ്ങനെ കൂട്ടി 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 അവസാനം വരുമ്പോൾ ഇവിടെ എത്ര എണ്ണമായി, 1 2 3 4 5 അല്ലേ. ഇത് ഇനി 2 കൂട്ടുമ്പോൾ ഇവിടെ 15 കിട്ടും അല്ലേ. വീണ്ടും 2 കൂട്ടുമ്പോൾ 17 കിട്ടും. വീണ്ടും 2 കൂട്ടുമ്പോൾ 19 കിട്ടും. വീണ്ടും 2 കൂട്ടുമ്പോൾ 21 കിട്ടും. വീണ്ടും 2 കൂട്ടുമ്പോൾ 23 കിട്ടും. അങ്ങനെ നോക്കി എത്ര എണ്ണം ഉണ്ട്, 1 2 3 4 5 6 7 8 9 10. അപ്പോൾ എന്തായിരുന്നു നോക്കിയേ, ഇവിടെ 10ാമത്തെ സംഖ്യ എന്ന് നമ്മൾക്ക് എന്താണ് കിട്ടിയിരിക്കുന്നത്, 23 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1ാമത്തെ സംഖ്യ നമ്മൾ 5 എടുത്തു, 2ാമത്തെ സംഖ്യ കൂട്ടിയ സംഖ്യയാണ് 2 എടുത്തത്. അപ്പോൾ ആദ്യത്തെ സംഖ്യ 5 എന്ന് എഴുതി, 2ാമത്തെ സംഖ്യ നമ്മൾ എന്തെന്ന് എഴുതി, 5 + 2 അല്ലേ. അപ്പോൾ അടുത്ത സംഖ്യ നമ്മൾ എന്തെന്ന് എഴുതും, 5 + 2. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ പിന്നെ എന്ത് കൂട്ടുന്നത്, ഒരു 2 കൂടെ കൂട്ടുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ സംഖ്യ 5, നമ്മൾ പിന്നെ എഴുതിയ സംഖ്യ 2. അപ്പോഴെന്ത് കിട്ടി, 7 കിട്ടി. ഇതിൻ്റെ കൂടെ വീണ്ടും 2 കൂടെ കൂട്ടുമ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, 9 കിട്ടും. എങ്ങനെയാണ് 9 കിട്ടുന്നത്, ഈ 7ൻ്റെ കൂടെ 2 കൂടെ വരണം അല്ലേ. അപ്പോൾ 7 + 2 9 കിട്ടി. ഇനി അടുത്ത് നോക്കിയേ, ഇവിടെ എത്ര 2 ഉണ്ട്, ഈ 9 എന്ന് പറഞ്ഞാൽ എത്ര 2 ആണ്, 2 2 ആണ്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ വീണ്ടും ഒരു 2 കൂടെ കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും, 5 + 2 + 2 + 2 ഉണ്ടോ. 5 2 7, 2 9. ഈ 7 + 2 എന്ന് പറയുന്നത് എന്താണ്, 9 ആണ്. അപ്പോൾ ഇനി നിന്നും നമുക്കൊരു ഇക്വേഷൻ രൂപീകരിക്കാൻ സാധിക്കുമെന്ന് നോക്കുക. അവസാനം 10ാമത്തെ സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിയേ, ഇവിടെ എല്ലാം നമ്മൾ 10 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഈ ഇക്വേഷൻ വെച്ച് 10ാമത്തെ സംഖ്യ കണ്ടുപിടിക്കാം. ഒരു ശ്രേണി എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ശ്രേണി 5 7 9 11 13 15 17 19 21 എക്സെട്ര എന്ന് പറയുന്ന ഈ ശ്രേണിയിൽ 1ാമത്തെ സംഖ്യ 5, അതിൻ്റെ 2ാമത് നമ്മൾ കൂട്ടിയ സംഖ്യ 2. ഈ 2ന് പറയുന്നതാണ് എന്ത്, പൊതുവ്യത്യാസം. ഈ 5ന് പറയുന്നത് എന്താണ്, 5ന് പറയുന്ന 1ാമത്തെ സംഖ്യ, ആദ്യ പദം പൊതുവ്യത്യാസം കൂട്ടി 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 വന്നാൽ അവസാനം നമുക്ക് കിട്ടുന്ന എത്രാമത്തെ പദം. ആ എത്രാമത്തെ പദത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സംഖ്യ n. എന്താണ് ഉപയോഗിക്കുന്നത്, n. എത്രാമത്തെ പദം n സമം എങ്ങനെ കണ്ടുപിടിക്കുക, n എന്ന് പറയുന്നത് a+ പൊതുവ്യത്യാസം കൂടെ കൂട്ടണം അല്ലേ. പൊതുവ്യത്യാസം ഞാനിവിടെ എഴുതി, d എഴുതി. പക്ഷേ എത്ര പൊതുവ്യത്യാസമാണെന്ന് എങ്ങനെ അറിയാം, 1ാമത്തെ പദത്തിൽ പൊതുവ്യത്യാസം ഇല്ല, 2ാമത്തെ പദത്തിൽ പൊതുവ്യത്യാസം 1 ഉണ്ട് അല്ലേ. 1ാമത്തെ പദത്തിലില്ല, 2ാമത്തെ പദത്തിൽ പൊതുവ്യത്യാസം 1 അല്ലേ. 3ാമത്തെ പദത്തിൽ പൊതുവ്യത്യാസം 2. അപ്പോൾ 1ാമത്തെ പദത്തിന് പൊതുവ്യത്യാസം ഇല്ല, 0 അല്ലേ. 1ന് പൊതുവ്യത്യാസം ഇല്ല, 2ന് 1 ഉണ്ട്, 3ന് 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ n എന്ന് പറയുന്ന എത്രാമത്തെ പദമാണോ അതിൽ നിന്ന് പൊതുവ്യത്യാസം എത്ര എണ്ണം കുറവായിരിക്കണം, 1ലില്ല, 2ൽ 1, 3ൽ 2. അങ്ങനെയാണെങ്കിലോ 4 ആണെങ്കിൽ അതിൽ പൊതുവ്യത്യാസം എത്രയായിരിക്കും, 3 എണ്ണമായിരിക്കും അല്ലേ. 5 ആണെങ്കിലോ പൊതുവ്യത്യാസം 4 എണ്ണം വരണം. 6 ആണെങ്കിലോ പൊതുവ്യത്യാസം 5 എണ്ണം വരണം. അങ്ങനെയാണെങ്കിൽ n എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമ്പോൾ എത്ര കുറവായിരിക്കണം, 1 കുറവായിരിക്കണം. അപ്പോൾ എന്താണ്, n-1 അല്ലേ. n-1 ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ നമ്മളൊരു സമവാക്യം രൂപീകരിച്ച് എന്താണ്, പൊതുവ്യത്യാസം d അല്ലേ, 1ാം പദം a. അങ്ങനെയാണെങ്കിൽ n-ാം പദം = എന്തെഴുതാം, സമം a + n-1 സിംഗിൾ ബ്രാക്കറ്റിൽ ഇട്ടുകൊള്ളണം.
എണ്ണമാണത്. സം ഇൻറ്റു ഡി. ഇതാണ് എത്രാമത്തെ പദം എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നുള്ളത്? അപ്പോൾ ഈ രീതിയിൽ കുറേ കണക്കുകൾ അങ്ങ് ചെയ്ത് പഠിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇക്വേഷൻ വെച്ച് കണക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചത് a+n - 1 × d കിട്ടിയത് എങ്ങനെയാണെന്നാണ് ടീച്ചർ പറഞ്ഞു തന്നത്. അതെല്ലാവരും നല്ലതുപോലെ ചെയ്ത് പഠിക്കുക.